പ്രിയമുള്ളവരെ, വാർത്തകളും വസ്തുതകളിലേക്കും സ്വാഗതം. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ട ഇന്ത്യയെ നരേന്ദ്രമോദി യാഥാർത്ഥ്യമാക്കി. സ്വതന്ത്രവും ശക്തവും സ്വയം പര്യാപ്തവുമായ ഒരു ഇന്ത്യയെ നരേന്ദ്രമോദി നമുക്ക് സമ്മാനിച്ചു. ഇത് പറയുന്നത് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് ഇന്നലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിൽ. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്രയോ സത്യവിരുദ്ധമായ കാര്യമാണ്. നമ്മൾ തുടക്കത്തിലെ പറയുകയാണ്, ഇത് സത്യം എന്താണോ അതിന് നേരെ എതിരായിട്ടുള്ള സംഗതിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇത് സത്യാനന്തര കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. പച്ചക്കള്ളം പറഞ്ഞിട്ട് അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് അത് ജനങ്ങളുടെ മുഴുവൻ ഒരു മനോഭാവമാക്കി വളർത്തിയെടുത്തിട്ട് അത് സത്യമാക്കി തീർക്കുക, സത്യത്തെ പോലെയാക്കി തീർക്കുക. അത്തരത്തിൽ ഏറ്റവും അവസാനത്തെ പച്ചക്കള്ളമാണ് ഇന്നലെ ചെങ്കോട്ടയിൽ കയറി നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത്. അങ്ങനെ അത്തരത്തിൽ അമിത്ഷാ പ്രധാനമന്ത്രിയെ പുകഴ്ത്തിയിരിക്കുന്നു. എന്തായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്താണോ സ്വപ്നം കണ്ടത് അതിന് നേരെ എതിരെയാണ് ഈ കഴിഞ്ഞ 6 വർഷം സംഭവിച്ചുകൊണ്ടേയിരുന്നത്. ജനാധിപത്യ അവകാശങ്ങൾ ഒന്നൊന്നായി കശാപ്പ് ചെയ്യപ്പെട്ടു. ജനാധിപത്യം, സ്വാതന്ത്ര്യം, ഇതൊക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നതാണ്. തുടക്കത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒന്നും അത്തരത്തിലായിരുന്നില്ല. ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം നമ്മൾ കണക്കാക്കുന്നത് 1857 ശിവായി ലഹളയോടെ ആരംഭിച്ചു എന്നാണ്. അതിനു മുമ്പേയും ഏറിയും കുറഞ്ഞും കലാപങ്ങളും ലഹളകളും ഒക്കെ ഇവിടെ നടന്നിരുന്നു. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഒന്നുകിൽ നികുതി പിരിക്കുന്നതിനെതിരെയായിരിക്കും, നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷുകാരും ചേർന്ന് നികുതി പിരിക്കുന്നതിനെതിരെയായിരിക്കും. ജനങ്ങളുടെ ഗോത്രങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ വിവിധ വിഭാഗങ്ങൾ സമരം ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. തെക്കേ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും അത്തരം സമരങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണം, നമുക്ക് ഇപ്പോഴത്തെ രീതിയിലുള്ള ഈ ജനാധിപത്യവും സ്വാതന്ത്ര്യമൊന്നും വേണമെന്ന് പറഞ്ഞായിരുന്നില്ല. അങ്ങനെ ഒരു സങ്കല്പമേ ഇല്ലായിരുന്നു. അതൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഉദയം ചെയ്തതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എ.ഒ. ഹ്യൂം സ്ഥാപിക്കുമ്പോൾ തന്നെ അവിടെ ഇന്ത്യ പരിപൂർണമായിട്ടും ഇന്ത്യ വിട്ടുപോവുക, ബ്രിട്ടീഷുകാരൻ പരിപൂർണമായിട്ടും ഇന്ത്യ വിട്ടുപോവുക എന്നൊരു ലക്ഷ്യമൊന്നുമില്ലായിരുന്നു. പരമാവധി പറഞ്ഞത് ഒരു ഡൊമീനിയൻ പദവി, ഒരു സാമന്തര രാജ്യം എന്ന പദവി ബ്രിട്ടീഷുകാരിൽ നിന്നും നമുക്ക് വേണമെന്നായിരുന്നു അന്ന് ആവശ്യപ്പെട്ടത്. എന്ന് മാത്രമല്ല, ജനങ്ങളും ബ്രിട്ടീഷുകാരും തമ്മിൽ, അതായത് ഇന്ത്യയിലെ ജനങ്ങളും ബ്രിട്ടീഷുകാർക്ക് ഇടയിൽ ഒരു മീഡിയേറ്റർ എന്ന നിലയിലാണ് ആദ്യമൊക്കെ കോൺഗ്രസ് ചില അവകാശങ്ങൾ, ചില പൗരാവകാശങ്ങൾ, കുറെ കൂടി ലിബറേഷൻ, ഇതൊക്കെയാണ് ആദ്യകാലങ്ങളിൽ കോൺഗ്രസ് വാദിച്ചുകൊണ്ടിരുന്നത്. ഗാന്ധിജിയൊക്കെ ഇന്ത്യയിൽ വന്ന് അല്ലെങ്കിൽ ജനാധിപത്യ ബോധം, ആധുനിക ജനാധിപത്യം എന്തെന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് അത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്ന പ്രക്ഷോഭണങ്ങൾ എന്തെന്ന് മനസ്സിലാക്കിയ ആൾക്കാരൊക്കെ കോൺഗ്രസിൽ വരികയും അതിന് നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പരിപൂർണ സ്വാതന്ത്ര്യം, ഒരു റിപ്പബ്ലിക് ആകണം ഇന്ത്യ എന്നുള്ള രീതിയിൽ വന്നത്. അത്തരത്തിൽ വികസിച്ചു വരുന്ന സമരത്തിനും പരിമിതികളുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യം നേടി എന്ന് നമ്മൾ പറയുമ്പോഴും അതിന് ഒത്തിരി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അങ്ങ് ആദ്യമേ രൂപീകരിച്ച് സമരം ചെയ്തൊന്നല്ല. അതിൻ്റെ അകത്ത് തന്നെ അതൊരു പ്ലാറ്റ്ഫോമായിരുന്നു. നിരവധി ആശയങ്ങൾ, അഭിപ്രായ ഭിന്നതകളുള്ള ഒത്തിരി വിഭാഗങ്ങൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അനുശീലന സമിതിയെക്കൂട്ടുള്ള സംഘടനകൾ ഉണ്ടായിരുന്നു. ഭഗത് സിംഗും ചന്ദ്രശേഖർ ആസാദും സുഖ്ദേവും ഒക്കെ പ്രവർത്തിച്ചിരുന്ന ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, റിപ്പബ്ലിക്കൻ ആർമി എന്നും അവരെ വിളിക്കും. അതേപോലുള്ള സംഘടനകൾ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ വിഭിന്നങ്ങളായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, അവർ സോവിയറ്റ് യൂണിയനിലും മറ്റും നടന്ന, റഷ്യയിൽ നടന്ന മാറ്റം, ലോകത്തിന്റെ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റം, ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ തരത്തിലുള്ള ചൂഷണവും അവസാനിക്കണം എന്നാവശ്യപ്പെട്ടവരാണ്. ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി തീരുമെന്ന കാര്യത്തിൽ അവർക്ക് സംശയമില്ലായിരുന്നു. ഇന്ത്യ അവരുടെ മാനിഫെസ്റ്റോയിൽ, പ്രകടനപത്രികയിൽ തന്നെ പറയുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ മാനിഫെസ്റ്റോയിൽ പറയുന്നുണ്ട്, ഒരു റിപ്പബ്ലിക് ആയാലും മനുഷ്യനെ ചൂഷണം ചെയ്യുന്നതിനെതിരെ നിലകൊള്ളുക എന്നതാണ് ഈ പ്രസ്ഥാനത്തിന്റെ പ്രഥമവും പ്രധാനവുമായ കർത്തവ്യം. അവരുടെ പ്രകടനപത്രികയിൽ പറയുന്നുണ്ട്. അത്തരത്തിൽ ദീർഘവീക്ഷണമുള്ള ചെറുപ്പക്കാരുണ്ടായിരുന്ന രാജ്യമാണ്. അവരുടെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നിട്ടുണ്ടോ?
ഇതൊക്കെ ഒരു പ്ലാറ്റ്ഫോമിലാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നതിന് ശേഷമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരുമ്പോൾ തന്നെ പല സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ഒട്ടേറെ സംഘടനകൾ ഒന്നുചേരുകയുണ്ടായി. ഒരേ ലക്ഷ്യം, അടിമത്തത്തിനെതിരെ പൊരുതുക. അത് വികസിച്ചാണ് സ്വാതന്ത്ര്യം എന്ന ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യം എന്നുള്ള കൺസെപ്റ്റ്, ജനാധിപത്യം, സോഷ്യലിസം, മതേതരത്വം ഒക്കെ അങ്ങനെ വികസിച്ചുണ്ടായതാണ്. വിവിധ ആൾക്കാരുടെ താല്പര്യങ്ങൾ തന്നെയാണ്. ആ സമയവും കോൺഗ്രസിനുള്ളിൽ ഈ മതനവോത്ഥാനത്തിന്റെ പരിവേഷത്തിൽ ഒത്തിരി ആൾക്കാരുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ഒരു ഗതികേട്. ഇന്ന് അത് മുതലെടുക്കുകയാണ്. ഇപ്പൊ ഗാന്ധിജി രാമനെ എങ്ങനെയാണ് കണ്ടിരുന്നത് എന്നും സമാധാനത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും മാതൃകാ പുരുഷനുമായിട്ടൊക്കെയാണ് കണ്ടിരുന്നതെങ്കിൽ ഇന്ന് അത് വെച്ചുകൊണ്ടാണ് ഈ RSSകാരൻ, സംഘപരിവാർ, നമ്മുടെ നാടിന്റെ ശാപമായി മാറിയിരിക്കുന്ന ആ സംഘടന വിദ്വേഷത്തിന്റെ പ്രതീകമായി രാമനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ശത്രുക്കളെ, ഗാന്ധിജിയുടെ രാമന് ശത്രുക്കളെ ഇല്ല എന്നാണ് അദ്ദേഹം പ്രചരിപ്പിച്ചത്. നമുക്ക് ശത്രുക്കളില്ല എന്നാണ് അദ്ദേഹം പ്രചരിപ്പിച്ചത്. പക്ഷെ ഇന്ന് ആ രാമനെ ശത്രുക്കളെ കൊന്നൊടുക്കുവാൻ ചുറ്റും ശത്രുവിനെ തേടി അമ്പും വില്ലും കുലച്ചു നിൽക്കുന്ന രാമനെയാണ് അവതരിപ്പിക്കുന്നത്. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അന്ന് ഇത്തരത്തിലുള്ള ആൾക്കാർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ വിഭിന്ന ചിന്താഗതിയുള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ പ്രാമുഖ്യം നേടിയത്, പലതുകൊണ്ടും പ്രാമുഖ്യം നേടിയെടുക്കാനായിട്ട് ഈ മതനവോത്ഥാനക്കാർക്കൊക്കെ പറ്റി. എല്ലാ മതത്തിന്റെയും ആൾക്കാരുണ്ട്. അവർക്ക് മതവുമായിട്ട് ബന്ധപ്പെട്ട, മതത്തിലൂടെ മതത്തെ പരിഷ്കരിക്കാനുള്ള മൂവ്മെന്റ് വികസിച്ച് വന്ന് സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ അംഗങ്ങളായി പോയതാണ്. ഒരു മതനിരപേക്ഷ ബോധം അവർക്കാർക്കും കൊടുക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ നെഹ്റുവിനെ പോലെ, അംബേദ്കറിനെ പോലെയൊക്കെയുള്ള ആൾക്കാർ, അവരും നമ്മുടെ രാജ്യത്തിന്റെ സൃഷ്ടികളാണ്. അവരുടെ ചിന്തകൾ, അതിനും നല്ല സ്വാധീനങ്ങളൊക്കെ ഉണ്ടാകുകയും അവസാനം അത്തരം സംഗതികളെ കുറിച്ചൊക്കെ ബോധ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രബലമായ പല ചിന്താഗതികളും നമ്മുടെ രാജ്യത്തിൽ ഉണ്ടായിരുന്നു. ഏതായാലും പൊതുവായി ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാർക്കെതിരെ അവസാനം അവരെ ഇവിടെ വിട്ടുപോകണം, ഇന്ത്യക്ക് പരിപൂർണ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ സമരം ചെയ്തത്. ഏതായാലും ഈ സമരത്തിന്റെ ഒരു ഭാഗത്തും ഇല്ലാതിരുന്ന ആൾക്കാരാണ് ഈ സംഘപരിവാർ കക്ഷികൾ, RSS. തുടക്കം മുതലേ, കാരണം അവരുടെ ലക്ഷ്യം വ്യത്യസ്തമാണ്. ഹിന്ദു രാഷ്ട്രം, അഫ്ഗാനിസ്ഥാൻ വരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ രാജ്യം, അവിടെ മുഴുവൻ ഹിന്ദുക്കളായിരിക്കണം. അവരുടെ വിചാരധാരയെ കുറിച്ചൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല, പലപ്പോഴും ചർച്ച ചെയ്തതാണ്. അവിടെ മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകളും ക്രിസ്ത്യാനികളും ഒക്കെ 2ഉം 3ഉം തരം പൗരന്മാരായിരിക്കണം. ഇത്തരത്തിലൊക്കെ അന്നേ ദൃഢമായ ആശയം വെച്ച് ഈ സ്വാതന്ത്ര്യ സമരത്തിനെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആൾക്കാരാണ് RSSകാർ. അവരാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മളോട് വാതോരാതെ പറയുന്നത്. ഇത് സത്യാനന്തര കാലഘട്ടമാണ്. പച്ചക്കള്ളം പറഞ്ഞിട്ട് സത്യം എന്ന് പറയുന്നത്. എന്നിട്ട് പറയുമ്പോൾ എന്താ പറയുന്നത്, കമ്മ്യൂണിസ്റ്റുകാരിവിടെയാണ് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്തില്ലേ? ശരിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തെ കമ്മ്യൂണിസ്റ്റുകാർ എതിർത്തിരുന്നു. അത് ശരിയോ തെറ്റോ എന്നുള്ളത് വേറൊരു കക്ഷി. പക്ഷെ ക്വിറ്റ് ഇന്ത്യ സമരം 1942 ഉണ്ടാകുന്നത് എത്ര, 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊള്ളുന്നത്. അത് മുതൽ ആ സമരത്തോടെ ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ സഹകരിച്ചിരുന്ന ആൾക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അന്ന് നേതൃത്വം നൽകിയിരുന്നവരാണ് പല സ്ഥലങ്ങളിലും. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുമ്പോൾ അതിന്റെ നേതൃത്വത്തിലേക്ക് വന്നത് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്തിരുന്നവരാണ്. 42 ക്വിറ്റ് ഇന്ത്യ സമരത്തെ യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്തത് അന്നത്തെ അന്തർദേശീയ സാഹചര്യവുമായിട്ട് പരിഗണിച്ചിട്ടാണ്, ആ സാഹചര്യം പരിഗണിച്ചിട്ടാണ്. അത് നമുക്ക് വിശകലനം ചെയ്യുമ്പോൾ അങ്ങനെ വേണ്ടിയിരുന്നോ വേണ്ടായിരുന്നോ എന്നൊക്കെ ഉള്ളത് വേറെ സംഗതി. ഏതായാലും അവരും ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായിട്ടുണ്ടായിരുന്നവരായിരുന്നു. പക്ഷെ അതിന്റെ പരിസരത്ത് പോലും സംഘപരിവാറില്ല. ആ സംഘപരിവാറാണ് ഇത് ദേശവിരുദ്ധരായിട്ട് കമ്മ്യൂണിസ്റ്റുകളെ ചിത്രീകരിച്ച് ഇങ്ങനെ പറഞ്ഞ് പതിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. ഏതായാലും നമ്മളിവിടെ പറയുന്നത് ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ലക്ഷ്യത്തെ, സ്വപ്നത്തെ സാക്ഷാത്കരിച്ചത് മോദിയാകുന്നത് എങ്ങനെയാണ്? അവരുടെ എല്ലാ സ്വപ്നവും, ഒന്നാമതായിട്ട് മതനിരപേക്ഷത തകർത്തില്ലേ? ഇന്ത്യയുടെ ചരിത്ര സ്മാരകം ബാബറി മസ്ജിദ് ഒരു വിഭാഗം ആരാധന നടത്തിക്കൊണ്ടിരുന്ന ആ ചരിത്ര സ്മാരകത്തെ തല്ലി തകർത്ത് ഇന്ത്യയിലെ മതേതരത്തിന്റെ ആണിക്കൽ, ശവപ്പെട്ടിയിലെ ആണിക്കല്ലുകൾ ഓരോന്നോരോന്നായി അടിക്കുകയായിരുന്നു ഈ RSSകാർ. തുടക്കം മുതൽ അതിന് ഓരോരോ സംഗതി. ഇന്ത്യയിലെ ജനങ്ങൾ, ഹിന്ദുക്കൾ, എല്ലാവരുടെ ഹിന്ദുത്വത്തിൽ വിശ്വസിക്കുന്നവരല്ല, ഇന്നുമല്ല. നമുക്കറിയാം എത്ര ശതമാനം വോട്ട്, എത്ര ജനങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടെന്നുള്ളത്. പക്ഷെ അവിടെ തെറ്റിദ്ധാരണകൾ പരത്തി ഇതുപോലെ പച്ചക്കള്ളങ്ങൾ, അയോധ്യ പ്രശ്നമൊന്നും ഇപ്പോൾ എടുത്തിട്ടുണ്ടതല്ല. ഒരു പ്രാദേശികമായ വിഷയത്തെ മതപരമായി മുതലെടുക്കുവാൻ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ മതനിരപേക്ഷ ബോധം ജനങ്ങളിലൊന്നും എത്തിച്ചിട്ടില്ല. നമ്മൾ മതനിരപേക്ഷ രാഷ്ട്രമാണ്. പക്ഷേ എല്ലാവരും മതവും രാഷ്ട്രീയവും ഒക്കെ ഇടകലർന്ന് കിടക്കുന്നു. നെഹ്റുവിനെ പോലുള്ള നേതാക്കൾ, അംബേദ്കറിനെ പോലെയുള്ള ആൾക്കാർ അതിൽ നിന്നൊക്കെ രാജ്യത്തെ രക്ഷിക്കുവാൻ ശ്രമിച്ചെങ്കിലും ജനം അതിൻ്റെ അകത്തായിപ്പോയി. പിന്നീട് വന്ന നേതാക്കൾ രക്ഷപ്പെടുത്താനല്ല, അവരുടെ വോട്ട് ബാങ്കുകൾ നിലനിർത്താനായിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്.
ആ സാഹചര്യം മുതലെടുത്ത് 49 വിഗ്രഹം കൊണ്ട് കുഴിച്ചിടുന്നു. പിന്നെ 84 ആകുമ്പോഴത്തേക്ക് വിശ്വഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ, അതുവരെ ആർക്കും അറിയത്തില്ല, കേരളത്തിൽ ആർക്കും അറിയത്തില്ല അയോധ്യൻ രാമക്ഷേത്രം. അയോധ്യയിൽ തന്നെ എല്ലാ അമ്പലങ്ങളും, എല്ലാ രാമന്റെ നിരവധി ക്ഷേത്രങ്ങളുണ്ട്, അതെല്ലാം ജന്മഭൂമിയാണെന്ന് അവകാശപ്പെടുന്നത്. ഒരു ബാബറി മസ്ജിദിന്റെ താഴെ തന്നെയാണെന്നും പറഞ്ഞ് കള്ളപ്രചരണങ്ങൾ. അവരാണ് പറയുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നങ്ങൾ. ഇന്ത്യ നമുക്കറിയാവൂ, ചേരിചേരാ നയവും മിക്സഡ് എക്കോണമിയും ഒക്കെ വെച്ച് പുലർത്തിയിരുന്ന ഒരു രാഷ്ട്രമാണ്. പരിപൂർണമായി മുതലാളിത്തത്തിന് അല്ലെങ്കിൽ ചൂഷണത്തിന് രാജ്യത്തെ മുഴുവൻ സ്വകാര്യവൽക്കരിക്കാനൊന്നും അനുവദിച്ചു കൊടുത്തിരുന്നില്ല. ഇവരെല്ലാവരും കൂടി ചേർന്നാണ് കോൺഗ്രസ് അതിന് പാതയൊരുക്കി. കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ, ഇന്നത്തെ കോൺഗ്രസ് അല്ല, നമുക്കറിയാം. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നങ്ങളെ ഇഞ്ചിഞ്ചായി കൊന്നുടക്കിയത് അവരാണ്. ഗാന്ധിജിയെ കൊന്നത് ഗോഡ്സെയാണെങ്കിലും ഗാന്ധിജിയുടെ ആത്മാവിനെ കൊന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും എല്ലാം വന്ന് സ്വാതന്ത്ര്യ സമരത്തിലെ ലക്ഷ്യങ്ങൾ ഒന്നൊന്നായി പിച്ചിച്ചീന്തി നമ്മുടെ സ്വാശ്രയത്വം നശിപ്പിച്ചു. ഒരു വശത്ത് ഇവർ പറയുന്നത് എന്താണ്? സ്വാശ്രയ ഇന്ത്യയെ സൃഷ്ടിക്കും. സ്വാശ്രയത്വത്തെ എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റഴിക്കുന്നു. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും വർദ്ധിക്കുന്നു. വമ്പൻ കോർപ്പറേറ്റുകൾക്ക് സബ്സിഡി കൊടുക്കുന്നു, വാരിക്കോരി കൊടുക്കുന്നു. ഇതൊന്നും നമ്മളിവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. എന്നിട്ടും പറയുന്നത് എന്താണ്? സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്നു. ഇന്ന് ജനാധിപത്യമില്ല. ഇന്ത്യ മതേതരത്വമൊക്കെ എടുത്തു കളഞ്ഞിട്ട് ഒരു മതരാഷ്ട്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി കോവിഡ് രോഗം വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ മുഴുവൻ ഒരു വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. കോവിഡ് കഴിഞ്ഞാൽ പോലും ഭയങ്കരമായ തൊഴിലില്ലായ്മയും പട്ടിണിയും ദാരിദ്ര്യവും രാഷ്ട്രം അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ ഒരു വിഭാഗത്തിന്റെ വിഘടനവാദവും വിഭാഗീയതയും ലഹളയിലൂടെയും ഒക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു രാമക്ഷേത്രത്തിന്റെ ഭൂമി പൂജയ്ക്ക് പോയിരിക്കുന്നു. ഭൂമി പൂജയ്ക്ക് പോയി മാത്രമല്ല, ഇതിന് നമ്മളോട് അടിച്ചേൽപ്പിക്കുകയാണ് ഇതുകൂട്ട് ഈ സത്യാനന്തരം. ഇത് 130 കോടി, 138 പുള്ളിക്ക് അറിയില്ല, 130 കോടിയുടെയും ദൈവമാണ് രാമൻ. നമുക്ക് ജീവനുണ്ട്, നമ്മൾ അംഗീകരിച്ചു കൊടുക്കുമോ ഈ രാമനെ? ഗാന്ധിജിയുടെ രാമനാണോ ഈയുടെ രാമൻ? അത്തരത്തിൽ പ്രചരിപ്പിച്ചങ്ങ് സ്ഥാപിക്കുക പച്ചക്കള്ളത്തരങ്ങൾ. എന്നിട്ടാണ് പറയുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നമാണ്. എല്ലാം തകർത്തു. മതേതരത്വം, ജനാധിപത്യം, പൗരാവകാശങ്ങൾ, പൗരത്വ ബിൽ. എങ്ങനെ ഇത്രയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും പട്ടിണിയൊന്നും മാറ്റാവുന്നല്ല. തൊട്ട അയൽക്കാരനെ നമ്മുടെ പരസ്പര ശത്രുവാക്കുക. മുസ്ലിമാണ് അല്ലെങ്കിൽ വേറൊരു ന്യൂനപക്ഷമാണ് നമ്മുടെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് പരത്തിയിട്ട് പലതരത്തിലുള്ള കരിനിയമങ്ങൾ, പൗരത്വ ബിൽ, പൗരത്വ നിയമം, അതിനെതിരെ സമരം ചെയ്തവരെ ഈ ജനാധിപത്യ രാജ്യത്തിൽ സമരം ചെയ്യുവാൻ, അതായത് ജനാധിപത്യത്തിൽ പൗരന് വിയോജിക്കുവാൻ, പ്രതിഷേധിക്കുവാൻ, സമരം ചെയ്യുവാൻ അവകാശമുണ്ട്. അങ്ങനെ സമരം ചെയ്ത വിദ്യാർത്ഥി നേതാക്കളെ, ജനാധിപത്യ പ്രവർത്തകരെ, സാംസ്കാരിക നേതാക്കളെ ഒക്കെ അറസ്റ്റ് ചെയ്യുക. ഈ പകർച്ചവ്യാധി കൊറോണ വ്യാപകമായി ഇന്ത്യയിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിനു മറയാക്കി, കാരണം ജനങ്ങൾ സംഘടിക്കുകയില്ലല്ലോ. ഡൽഹിയിൽ ഒക്കെ നടന്നതുപോലെ നമ്മുടെ അമ്മമാരും പെങ്ങന്മാരും ഉൾപ്പെടെ സ്ത്രീകളെല്ലാം സംഘടിച്ച് സമരം ചെയ്യുന്ന ആ സംഗതി ഉണ്ടാവില്ല. അതറിഞ്ഞുകൊണ്ട് ഇവർ ചെയ്യുന്ന എന്താണ്? ഈ കൊറോണ കാലത്ത് പ്രതിഷേധങ്ങൾ ഉണ്ടാവില്ല. അതിന്റെ മറയിൽ ഇന്ന് നമ്മളെ NIA വളരെ ആദരവോടെ കാണുന്നു. അവർ കാര്യക്ഷമതയുള്ളത്. ആ കാര്യക്ഷമത കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച്, അതായത് പൗരത്വ ബില്ലിനെതിരെ, നിയമത്തിനെതിരെ സമരം ചെയ്തവരെല്ലാം രാജ്യദ്രോഹികളാണ്. രാജ്യദ്രോഹികളാകുമ്പോൾ എന്ത് ചെയ്യണം? UAPA ചുമത്തണം. UAPA ചുമത്തിയാൽ വിചാരണയൊന്നുമില്ല, കുറെ കാലം അവന്റെ ജീവിതം 10-20 വർഷം കട്ടപ്പോകാം. അതായത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ കരുത്തുള്ള പ്രഗത്ഭരായ എല്ലാ ആൾക്കാരെയും, എല്ലാ മേഖലകളിലുമുള്ള പ്രമുഖരെ അറസ്റ്റ് ചെയ്ത് അകത്താക്കുക. കാരണം വരാൻ പോകുന്നത് ഈ കൊറോണയുടെ കാലം കഴിയുമ്പോൾ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് രാജ്യം പോകുന്നത്. അന്ന് ഈ ഭരണകർത്താക്കളെ ചോദ്യം ചെയ്യരുത്, ഈ ഫാസിസ്റ്റുകളെ ചോദ്യം ചെയ്യരുത്, അന്ന് അവർക്ക് അടിച്ചമർത്തണം. അതിന് മുന്നോടിയായി ഈ ആരും അറിയാതെ കണ്ട ഇപ്പോൾ ഇത്തരത്തിലുള്ള അറസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴും പറയുന്നത് എന്താണ്? സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം. ഇവിടെ പ്രതിഷേധിക്കുവാൻ, ജനങ്ങൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കുവാൻ, സ്വന്തം അഭിപ്രായം പറയുവാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യം നേടിയെടുത്ത രാജ്യത്ത് അതിന്റെ കടയ്ക്കൽ കത്തിവെച്ചുകൊണ്ട് പറയുകയാണ് ഞങ്ങൾ സ്വപ്നം സാക്ഷാത്കരിക്കുന്നു എന്ന്. ഇതാണ് ഇവന്മാരുടെ പച്ചക്കള്ളത്തരങ്ങൾ പറഞ്ഞ് സ്ഥാപിക്കുന്ന രീതി. ഇത് നമ്മൾ തിരിച്ചറിയണം. എന്താണ് ഈ സ്വാതന്ത്ര്യ ദിനം? ജനങ്ങൾ മുഴുവൻ ഒരു കാലത്ത് അവരുടെ സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ഇന്ന് വളരെ യാന്ത്രികമാണ്. കാരണം ഇവർ കാട്ടിക്കൂട്ടുന്നത് എല്ലാം അത്തരത്തിലാണ്.
അത്രയ്ക്ക് വിദ്വേഷവും സംഗതികളുമാണ് പ്രചരിപ്പിക്കുന്നത്. സ്വാതന്ത്ര്യ ദിനങ്ങളും ഇന്ത്യൻ സ്വാതന്ത്ര്യ സങ്കല്പങ്ങളും നമ്മളെ നിന്ന് പിടിച്ചു വാങ്ങി സംഘപരിവാറിന്റെ ഒരു സംഗതിയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്തവർ, സ്വാതന്ത്ര്യ സമരത്തിനെ എതിർത്തവർ, സ്വാതന്ത്ര്യ ദിനത്തെ എതിർത്തവർ, ഇത്തരത്തിലെല്ലാമുള്ള ഈ ആൾക്കാർ ഇന്ന് വേഷം മാറി ആട്ടുംതോലിട്ട് ഞങ്ങളാണ് യഥാർത്ഥ ദേശഭക്തർ എന്നും പറഞ്ഞു വന്ന് ഹിന്ദുരാഷ്ട്ര സ്ഥാപനത്തിനായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങൾ, തൊഴിലില്ലായ്മ, പട്ടിണി, ദാരിദ്ര്യം ഒന്നും ചർച്ച ചെയ്യുന്നില്ല. വിദ്യാഭ്യാസ മേഖല തച്ചു തകർക്കുന്നു. പുതിയ വിദ്യാഭ്യാസ നയം, ദേശീയ വിദ്യാഭ്യാസ നയം എല്ലാം സംഘപരിവാറിന്റെ RSS എങ്ങനെ ആസൂത്രണം ചെയ്യുന്നു അതിനനുസരിച്ച് തിരുത്തി എഴുതുന്നു, ചരിത്രത്തെ വളച്ചൊടിക്കുന്നു. എന്നിട്ട് തന്നെ പറയുന്നത് ഞങ്ങൾക്ക് ജനങ്ങൾ ഭൂരിപക്ഷം തന്നു. ഇവർ മനസ്സിലാക്കണ എല്ലാ ഫാസിസ്റ്റ് ഏകാധിപതികളും വമ്പൻ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ മനോഭാവത്തെ നിങ്ങൾക്ക് ഈ സത്യാനന്തര കാലഘട്ടത്തിൽ അങ്ങനെ ആക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഭരണകൂടം നിങ്ങൾക്കൊപ്പമാണ്. കാരണം കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് അത് നിലകൊള്ളുന്നത്. അതിന് നിങ്ങളാണ് നല്ലത്. ഫാസിസം വന്നാൽ അതും വലിയ പ്രതിസന്ധിയിലാണ്. അതിന് നിലനിൽക്കണമെങ്കിൽ ഈ ഭരണകൂടം ആർക്ക് വേണ്ടി നിലകൊള്ളുന്നോ ആ സമൂഹത്തിന് നിലനിൽക്കണമെങ്കിൽ ഇവിടെ ഫാസിസം വരണം. അതിന് നിങ്ങളാണ് ഏറ്റവും നല്ല കക്ഷികൾ. നിങ്ങൾക്കത് പറ്റും തന്ത്രപൂർവം. അതുകൊണ്ട് നിങ്ങളെ ആടിന്റെ തോലണിയിച്ച് ഇറക്കി വിട്ടിരിക്കുകയാണ് ആരാണോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അവർ. അവർക്ക് ശക്തമായ ഭരണകൂടമുണ്ട്. അതിൽ എല്ലാം 4 സംഗതികളും പ്രധാനപ്പെട്ട സംഗതികൾ: ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, മീഡിയ എല്ലാം അവരുടെ നിയന്ത്രണത്തില്ല. ഒരേ കുത്തകകളാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. ആ കുത്തകകൾ പണമൊരുങ്ങാണ് BJP നേതാക്കളെ ജയിപ്പിക്കുന്നത്. നമ്മൾ കാണുന്നു പല സംസ്ഥാനങ്ങളിലും MLA 50 കോടിയും ഒക്കെ വില കൊടുത്തിട്ടാണ് എടുക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കുക. പരസ്യമായി വില പേശി എടുക്കുകയാണ്, പണം കൊടുത്തു വാങ്ങുകയാണ്. അതാണ് നിങ്ങളുടെ ജനാധിപത്യം. കാരണം നിങ്ങൾക്ക് പിന്നിൽ പണമൊരുങ്ങാൻ ആൾക്കാരുണ്ട്. ഇന്ത്യയിൽ ജനങ്ങൾ ദരിദ്രവൽക്കരിക്കുമ്പോൾ സമ്പന്നരാകുന്ന ഒരു ന്യൂനപക്ഷമുണ്ട്, 10-100 കുടുംബങ്ങൾ. അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നു, നിങ്ങളിലൂടെ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. അവർ തന്നെയാണ് ഈ മീഡിയകളെ, പത്രങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത്. അവർ പറയുന്ന, അവർ പ്രചരിപ്പിക്കുന്ന, ചർവണം ചെയ്തുകൊണ്ടിരിക്കുന്ന കള്ളത്തരങ്ങളാണ് ജനങ്ങളുടെ തലയിലേക്ക് അടിച്ചു കയറ്റുന്നത്. അങ്ങനെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും, തൊഴിലില്ലായ്മയിൽ നിന്നും, ദാരിദ്ര്യത്തിൽ നിന്നും, നിരക്ഷരതയിൽ നിന്നും ഒക്കെ ജനങ്ങളുടെ ശ്രദ്ധയകറ്റി വർഗീയതയും വൈകാരികതയും ഒക്കെ കുത്തി നിറച്ച് നിങ്ങൾ ജനങ്ങളിൽ മനോഭാവം ക്രിയേറ്റ് ചെയ്യുന്നു. ഇതൊക്കെയാണ് കൃത്രിമമായ പ്രശ്നങ്ങൾ ഊതിപ്പെരിപ്പിക്കുന്നു, വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കുന്നു. കലാപങ്ങൾ, ക്ഷേത്രം പൊളിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ അധികാരത്തിൽ വരുന്നു, ലഹളകൾ സൃഷ്ടിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ അധികാരത്തിൽ വരുന്നു. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ഓരോ വിജയത്തിന്റെ പിന്നിലും ഓരോ കലാപങ്ങളും ജനാധിപത്യത്തിന്റെ കടയ്ക്കൽ കത്തിവെച്ച ഓരോ സംഭവങ്ങളുമുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ അധികാരത്തിൽ വരുന്നത്. എല്ലാ ഫാസിസ്റ്റുകളും ഇതേയൊക്കെ രീതിയിലാണ്. അവർക്കൊക്കെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഭൂരിപക്ഷം എല്ലാ കാലത്തും നിലനിൽക്കും. ജനങ്ങൾ, നിങ്ങൾ വോട്ട് ചെയ്ത ജനങ്ങൾ, അവർ തന്നെ ഒരു മൂവ്മെന്റ് വരുമ്പോൾ, ശരിക്ക് വേണ്ടിയുള്ള, നീതിക്ക് വേണ്ടിയുള്ള സത്യസന്ധമായ ഒരു ബഹുജന പ്രക്ഷോഭണം വരുമ്പോൾ അതിനോടൊപ്പം ചേരും. നിങ്ങളത് മറക്കരുത്. അത് ഡൽഹിയിലാണെങ്കിലും ജനങ്ങൾ സംഘടിച്ച് സമരം ചെയ്തു. നിങ്ങൾ വോട്ട് ചെയ്ത പലരും ആ സമരത്തിൽ പങ്കെടുത്തു. ഇവിടെയും അത്തരത്തിലൊരു മൂവ്മെന്റ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ജനങ്ങൾ ഒന്നിക്കും. അന്ന് ജനങ്ങൾ സത്യം തിരിച്ചറിയും. നിങ്ങൾ വോട്ട് ചെയ്തതിന്റെ ഗിമ്മിക്കുകളൊന്നും ഒന്നും പ്രവർത്തിക്കത്തില്ല, വർക്കൗട്ട് ചെയ്യില്ല. നിങ്ങളുടെ മീഡിയകളൊക്കെ അപ്പോൾ നിഷ്പ്രഭമാകും. ജനങ്ങൾ തെരുവിലിറങ്ങും. ഇറങ്ങിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്തും തെരുവിലിറങ്ങി. നിങ്ങളുടെ എല്ലാ കള്ളത്തരങ്ങളെയും ഉഡായിപ്പുകളെയും അതിജീവിച്ചുകൊണ്ട് ജനങ്ങൾ അവരുടെ നേതാക്കളുടെ നേതൃത്വത്തിൽ തെരുവിലിറങ്ങി നിങ്ങളെ ചോദ്യം ചെയ്യും. അങ്ങനെയാണ് ഫാസിസ്റ്റുകൾ അധികാരത്തിൽ നിന്ന് പോകുന്നത്. അല്ലാതെ തെരഞ്ഞെടുപ്പിലൂടെ ഒരു ഫാസിസ്റ്റും, ഒരു ഹിറ്റ്ലറും അധികാരത്തിൽ നിന്ന് പോയിട്ടില്ല, ഒരു മുസോളിനിയും അധികാരത്തിൽ നിന്ന് പോയിട്ടില്ല. അത്തരമൊരു പ്രക്ഷോഭണം, അതെ, ഒരു 2ാം സ്വാതന്ത്ര്യ സമരം ഇന്ന് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് പലരും പറഞ്ഞു. നോക്കൂ, സ്വാതന്ത്ര്യ ദിനം ഇങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് ചെങ്കോട്ടയിൽ ജനാധിപത്യ അവകാശങ്ങൾ തച്ച് തകർത്ത് അതിന്റെ മുകളിൽ നിന്ന് പ്രജാപതി സംസാരിക്കുമ്പോൾ അതിന് തൊട്ടു മുമ്പുള്ള ദിവസം ജുഡീഷ്യറി എന്താ ചെയ്തത്? പ്രശസ്തരായ ഒരു അഭിഭാഷകനെ, അദ്ദേഹം അഭിഭാഷകനായതുകൊണ്ടല്ല, സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ്, ജനങ്ങൾക്കൊപ്പം, പാർശ്വവൽക്കരിക്കുന്നവർക്കൊപ്പം നിൽക്കുന്നു എന്ന കാരണത്താൽ ഈ ഭരണകൂടത്തെ പലപ്പോഴും ചോദ്യം ചെയ്തിട്ടുണ്ട്. ജുഡീഷ്യറിയുടെ തെറ്റായ പോക്കിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിനെ കോർട്ടലക്ഷ്യ കുറ്റത്തിൽ അങ്ങനെ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് വിധിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ കുറ്റവാളിയാക്കിയിരിക്കുന്നു. കാരണം ജുഡീഷ്യറിയുടെ ദൗർബല്യങ്ങളെ ചോദ്യം ചെയ്തു. ജുഡീഷ്യറിയിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതാണ് അദ്ദേഹം ചെയ്ത കുറ്റം.
അതായത് രാജ്യം മുഴുവൻ ഇവരുടെ വർഗീയ ഫാസിസത്തിനെതിരെയുള്ള ശക്തമായ സമരം ഉണ്ടാകും. ഇന്നവർ പരിസ്ഥിതിയെ കാർന്നു തിന്നുന്നു, മറുവശത്തവർ പരിസ്ഥിതിക്ക് വേണ്ടി വാദിക്കുന്നു. ചില സ്ഥലങ്ങളിൽ ഗാഡ്ഗിൽ കമ്മിറ്റിനെ റിപ്പോർട്ടിനെ അനുകൂലിക്കും, മറ്റു ചില സ്ഥലങ്ങളിൽ അതിനെ എതിർക്കും. അവർ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ ഗുജറാത്തിൽ അതിനെ എതിർക്കും, ഗോവയിൽ അതിനെ എതിർക്കും. പക്ഷെ കേന്ദ്രം പുതിയ നിയമങ്ങൾ കൊണ്ടുവരും, പരിസ്ഥിതി എങ്ങനെയും ആർക്കും ആക്രമിക്കാം. ഇപ്പോൾ പുതുതായിട്ട് കൊണ്ടുവന്ന EIA എൻവയോൺമെന്റ് അസസ്മെന്റ്, നമുക്ക് എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് എന്താണ്? പരിസ്ഥിതിക്ക് മേലുള്ള കടന്നുകയറ്റം. ആരാണോ ഈ വ്യവസ്ഥിതിയെ നിലനിർത്തുന്നത്, ചൂഷകരായിട്ടുള്ള ആൾക്കാർക്ക് കടന്നു കയറി എന്ത് തോന്നിവാസവും ചെയ്യാം. അങ്ങനെ പരിസ്ഥിതി പ്രേമം ഒരു വശത്ത് പറയുകയും മറുവശത്തെ പരിസ്ഥിതിയുടെ കടയ്ക്കൽ കോടാലി വെക്കുകയും ചെയ്യുന്ന സംഘപരിവാർ നയം, അതെല്ലാ തരത്തിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളെ കൊലയ്ക്ക് കൊടുക്കുന്നു, അവരുടെ സ്വപ്നങ്ങളുടെ കടയ്ക്കൽ കത്തിവെക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അത് നമ്മൾ മനസ്സിലാക്കണം. ജനങ്ങൾ ഇന്നിവർക്കുള്ള ഈ ഭൂരിപക്ഷവും ഇവർ കാണിക്കുന്ന അഹന്തയും മീഡിയകളിലൂടെ ഇവർ സൃഷ്ടിച്ചെടുക്കുന്ന ജനകീയ മനോഭാവം ഞങ്ങൾക്കാണ്. റേറ്റിംഗ് ഞങ്ങൾക്ക് കൂടുതലാണ്, റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിലാണ്. റേറ്റിംഗ് അല്ല, എന്താണോ ശരി അതിനുവേണ്ടി ജനങ്ങളുടെ റേറ്റിംഗ് കൂട്ടിയെടുത്തോണ്ട് വരണം. ആ ഭാഗത്തോട് ജനങ്ങളെ കൊണ്ടുവരണം. ശരിയുടെ ഭാഗത്ത് എപ്പോഴും ജനങ്ങൾ കൂടുതൽ ഉണ്ടായിരിക്കണം എന്നില്ല. എന്താണോ ശരി അതിന്റെ ഭാഗത്തേക്ക് ജനങ്ങളെ കൊണ്ടുവന്ന് റേറ്റിംഗ് വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. അല്ല ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിഡ്ഢിത്തം പറയുന്നു അതുകൊണ്ട് ഞങ്ങളുടെ ചാനലിൽ റേറ്റിംഗ് കൂടുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഇതിന്റെ ഇവരുടെ തടവറകളിൽ നിന്നൊക്കെ ജനങ്ങൾ മോചിതമാകും. ശരിയായ മാർഗനിർദ്ദേശം കൊടുക്കുവാൻ ആൾക്കാരുണ്ടാകുമ്പോൾ, ശിഥിലമായ പ്രതിപക്ഷം അത് പുനരുജ്ജീവിക്കുമ്പോൾ, അത് ഇവരിലൂടെയൊന്നും ആയിരിക്കണം എന്നില്ല. ജനങ്ങൾ അവരുടെ നേതാക്കളെ തെരഞ്ഞെടുക്കും, അവർ നേതൃത്വം നൽകും, ജനങ്ങൾ സംഘടിക്കും, ചോദ്യം ചെയ്യും. എല്ലാ ഏകാധിപതികളും തകർന്നിട്ടുണ്ട്. ഈ വർഗീയ ഫാസിസ്റ്റുകളുടെ കയ്യിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ എടുത്ത പ്രതിജ്ഞ, ഈ വർഗീയവാദികളുടെ കയ്യിൽ നിന്നും ഫാസിസ്റ്റുകളിൽ നിന്നും നമ്മുടെ നാടിന് മോചനം വേണം. നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് അതാണ്. അതിനുവേണ്ടിയാണ് ജനങ്ങൾ നിലകൊള്ളേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.